ദിവ്യ ഈ ബ്ലോക്കിംഗ് എപ്പോ കഴിയോ? വണ്ടി നിർത്തിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോ സമ്മതിക്കല. അപ്പോൾ നമ്മൾ അതിരാവിലെയുള്ള ബ്രൈഡൽ മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആലുവയിൽ നിന്ന് നേരത്തെ ലുലു മാളിലേക്ക് വിട്ടു കേട്ടോ. ലുലു മാളിൽ നിന്ന് കുറച്ച് തട്ടുതരികയുടെ സാധനങ്ങൾ എനിക്ക് പൊക്കാനുണ്ട്. ബ്രൈഡൽ മേക്ക് ഓവറിന് അത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ അനീസ് അൻസാരിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അവിടെ എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളുണ്ട്, എനിക്ക് പറ്റിയ സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ അപ്കമിങ് ബ്രൈഡൽ ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ പൊക്കാമെന്ന് കരുതി. പുതിയ സ്റ്റൈലിലൊക്കെ ദേ കുറേ സാധനങ്ങളുണ്ട്, കുറേ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇനി അടിപൊളിയായിട്ട് ദേ വെക്കണം എന്ന് വിചാരിക്കുന്നത്. ബ്രൈഡ്സിൻ്റെ ഒക്കെ അമ്മമാർക്ക് പറ്റിയ ഹെയർ ആക്സസറീസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, കുറേ സാധനങ്ങൾ പൊക്കി ഞാനും ഉണ്ട്, ആൽഫയുണ്ട്. അതിന് പറയണ്ടല്ലോ, ബ്രൈഡൽ മേക്ക് ഓവറിന് എവിടെ പോയി കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്കെല്ലാം എൻ്റെ കൂടെ ആൽഫ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതേ കുറേ ബ്രാൻഡിൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ. ക്രയോൺ ഉണ്ട്, പാക്ക് ഉണ്ട്, പിന്നെ എന്താ ഏതാണ്ടൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. മിലാനി ഉണ്ട്, നൈക്കയുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ഇതേ തപ്പി വാരിയിട്ടുണ്ട്. കുറേ ബണ്ണ് ഡോനറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ആയിട്ട് ഇതേ 4820 രൂപയായിട്ടോ. അപ്പോൾ അതൊരു എൻ്റെ അമ്മ എനിക്ക് തല കറങ്ങുന്നത്, എൻ്റെ പൊന്നെ തല ചുറ്റണം എനിക്ക്. അടുത്തടുത്തേ മാക്കിൽ കയറി. മാക്കിലാണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ പൈസ പോക്കാണ് കേട്ടോ. നമ്മൾ ആകെ ഒരു ലിപ് ലൈനർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അത് നമ്മുടെ മേക്കപ്പിന് വളരെ എസെൻഷ്യലാണ്. ഒരൊറ്റ കളർ, ഒരു ബ്രൗൺ കളർ ലിപ് ലൈനർ വാങ്ങിയിട്ട് 2000 രൂപ. എൻ്റെ അമ്മച്ചി ഒന്ന് ലുലു മാളിൽ കയറിയതാട്ടോ, തല ഇറങ്ങി. ഇതേ അടുത്തത് നൈക്കയിലാണ് കയറിയിരിക്കുന്നത്. നൈക്കയിൽ ഇതേ എല്ലാ ഒട്ടുമിക്ക ബ്രാൻഡ്സും ഉണ്ട്, മാക്കും അതുപോലെ ബോബി ബ്രൗണും പിന്നെ പിന്നെ മെയിനായിട്ട് ഹ്യൂഡാ ബ്യൂട്ടി എല്ലാം ഉണ്ട്. അപ്പോൾ ഹ്യൂഡാ ബ്യൂട്ടിയുടെ ഒരൊറ്റ സെറ്റിംഗ് പൗഡർ മേടിച്ചുള്ളൂ, 3000 രൂപ പോയി ഗൈസ്. ഇനി ഇതേ കോസ്റ്റാ കോഫി കയറി ഇതേ 10,400 രൂപ അവിടെ ആയി. ആകെ 2 കുക്കീസും ഒരു കോഫിയും വാങ്ങിയുള്ളൂ കേട്ടോ. എനിക്ക് അറിയാൻ പാടില്ല, നമ്മൾ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും 2 സാധനം വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ കാശ് പോക്കറ്റ് ഭയങ്കര സീനാണ്. കുറച്ച് വെള്ളം, അതുപോലെ കോഫി, 2 കുക്കീസ്, ഇത്ര സാധനമായിട്ട് വാങ്ങിയുള്ളൂ ഭക്ഷണം എന്ന് പറയാനായിട്ട്. ഇനി ഇതേ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാൽ കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടമാണ് കേട്ടോ ഗൈസ്. കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി തൂവലതെ പക്ഷിത്തൂവല എവിടെ വയ്ക്കാനാണോ ആവോ. കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി, അതുകൊണ്ട് കുറച്ചെണ്ണം പൊക്കി. കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം എല്ലാം, ഒരു സോപ്പ് മേടിക്കാൻ കയറിയാൽ തന്നെ കുറേ സോപ്പ് ഉണ്ടാവും, ചീപ്പ് മേടിക്കാൻ കയറിയാലും കുറേ സാധനങ്ങളുണ്ടാവും, പല ബ്രാൻഡിൻ്റെ ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ തോന്നും. ഞങ്ങൾ ആ കുറച്ച് സാധനങ്ങളായിട്ട് വാങ്ങിയുള്ളൂ. കുറച്ച് ഡോനറ്റും അതുപോലെ തീറ്റ സാധനങ്ങളെല്ലാം വാങ്ങി. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ നമ്മളെ വച്ചേക്കില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളും വാങ്ങി. ഇത് ആൽഫ ഏതാണ്ടൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെ പോകണം എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഇതേ പോയി കഴിഞ്ഞിട്ടോ, പുള്ളിക്കാരത്തെ എന്തോ പൊക്കാൻ പോയേക്കണതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര കറക്കമാണെന്നാണ് വീട്ടിലുള്ളവരുടെ വിചാരം. നമ്മൾക്കല്ലേ അറിയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ. നമുക്ക് അവശ്യ സാധനങ്ങൾ മേടിക്കാൻ പോയാന്നുള്ള കാര്യം അറിയത്തില്ല. എൻ്റെ കെട്ടുവാനാണെങ്കിൽ ഈ തീറ്റ സാധനം ഒന്നും ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ശരിയാക്കി കളയും കേട്ടോ. ആൽഫ എന്താ ഏതാണ്ട് വാങ്ങിയിട്ടുണ്ട്, ബേ 1 get 1 ഫ്രീ ഒക്കെ വാങ്ങിയിട്ടുണ്ട്, എന്തോ. പിന്നെ മൂസാമ്പി വാങ്ങിയിട്ടുണ്ട്, കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ പരിപ്പിളകി. ദിവ്യ എൻ്റെ അമ്മേ ഈ ബ്ലോക്കിംഗ് എപ്പോൾ കഴിയോ? വണ്ടി നിർത്തിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോ സമ്മതിക്കല. മറ്റേ എൻഡോറായിരുന്നപ്പോ എന്ത് സുഖമായിരുന്നു. ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതിയാണ്. എൻ്റെ അമ്മ ഇതിപ്പോ തന്നെ എൻ്റെ കാല് കഴിച്ചൊരു പരുവായി. നിന്ന് എന്നാ തിരക്കായിരുന്നു അല്ലെ ആൽഫേ? ബില്ലിങ്ങിന് ഭയങ്കര തിരക്കായിരുന്നു. അമ്മേ മതി. ഇങ്ങനെ വീട്ടിൽ ചെന്നാ മതി. പറക്കുന്ന ഈ ഇത് പറക്കാൻ കഴിവുണ്ടായിരുന്നു ഞാളേക്ക്. അങ്ങനെ പറന്നു പോയാന്നല്ലേ ബ്ലോക്കിന്റെ. അതിനും രക്ഷയില്ല, സഹിക്കുക. എന്തിനാ വെറുതെ പെട്രോൾ കളയുന്നത്? എൻ്റെ അമ്മേ 5 മിനിറ്റ് നമ്മൾ വണ്ടി എടുക്കാൻ വായിക്കുന്ന അപ്പൊ തുടങ്ങണ്ട കീന്ന് ബൈക്ക്. ഇനി നമ്മളെപ്പോ എത്തൂടി നിൽക്കാൻ പാടില്ല. നമ്മളെപ്പോ ഇറങ്ങിയതാ 11:30. നമ്മള് ശരിക്കും 4:30 ആയപ്പോ നിക്കാൻ തുടങ്ങിയതല്ലേ. ലുലുമാളി വന്ന് നിപ്പോളും നമ്മളെ സമ്മതിക്കണം കേട്ടോ. അമ്മേ